നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോടുള്ള കടമകളെക്കുറിച്ചും ഭാര്യ ഭർത്താവിനോടുള്ള കടമകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് വിവേകത്തോടെ കൂടെ നമ്മൾ പെരുമാറാൻ തയ്യാറാണെങ്കിൽ വളരെ രസമുള്ള ദാമ്പത്യ ജീവിതമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നത് ഭർത്താവ് എല്ലാ സമയത്തും സംസാരിക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകളെക്കുറിച്ചും, എന്നാൽ ഭാര്യ സംസാരിക്കുന്നത് ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളെക്കുറിച്ചുമാണ്. ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം എൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ഭർത്താവായ ഞാനും ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ഭാര്യയായ വ്യക്തിയും മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ തയ്യാറാവുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള ലൈഫായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു റീലിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ നിങ്ങൾ എൻ്റെ ഫോളോവർ ആണെങ്കിൽ, ഇനി ഫോളോവർ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഫോളോവർ എന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ കടമകൾ എന്താണ്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, ഞാൻ എഴുതിയിട്ടുള്ള ഒരു PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ കൃത്യമായി നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടുള്ള കടമകളും ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളും പൂർത്തീകരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഫോളോ ചെയ്യുക, എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം.